രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല കോൺഗ്രസിലെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിലെ സ്ത്രീ പീഡകന്മാർ എന്ന് ഉറപ്പാക്കുന്ന സംഭവ വികാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നമുക്കൊക്കെ ഇപ്പോ മനഃപ്പാഠമായി കഴിഞ്ഞു. ഇത് സുഹൈൽ അൻസാരി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ചാണ് പുതിയ വാർത്തകൾ. സുഹൈൽ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഗുരുതരമായ കുറ്റം. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഗുരുതരമാണെങ്കിൽ അവിടെ അതിജീവിതകൾ ആരും തന്നെ ജീവൻ എടുക്കാൻ തയ്യാറായില്ല. നിയമ പോരാട്ടത്തിന്റെ വഴിയിലാണ് അവരൊക്കെ തന്നെ. ജീവൻ നഷ്ടമായില്ല എന്നൊരു വലിയ ഘടകം അവിടെ അവശേഷിക്കുന്നുണ്ട്. അവർക്ക് നഷ്ടമായത് അവരുടെ ഗർഭസ്ഥ ശിശുക്കളുടെ ഗർഭഛിദ്രം മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ക്രൂരതയാണ് അവർ നേരിട്ടതെങ്കിൽ ഈ സുഹൈൽ ചെയ്തത് അതിനേക്കാളൊക്കെ വലിയ ക്രൂരതയാണ്. ഇയാള് ഒരു സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരനാണ്. ആ സ്കൂളിന്റെ പേരോ ആ യുവതിയുടെ പേരോ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇന്നത്തെ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ആ പേരുകൾ നൽകുന്നുണ്ടെങ്കിലും അത് എൻ്റെ ഒരു മര്യാദയായിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിന്റെ ഒരു മര്യാദയായിട്ട് ആ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല. ഇയാള് ഒരു സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരനായിരുന്നു. അവിടെ സഹ ജീവനക്കാരിയായിരുന്ന യുവതിയോട് ഇയാൾ നിരന്തരം, അല്ലെങ്കിൽ യുവതിയെ നിരന്തരം ശല്യപ്പെടുത്തി. സൗഹൃദമായിരുന്നു എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. അതും രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാൻ പറഞ്ഞതുപോലെ ഉഭയസമ്മത പ്രകാരമുള്ള ഒരു സൗഹൃദം, പരസ്പരം സൗഹൃദത്തിലായിരുന്നു. എന്നാൽ ആ യുവതിയുടെ ഭർത്താവ് ഇക്കാര്യം തിരിച്ചറിയുകയും ഇയാളെ താക്കീത് ചെയ്യുകയും ഉന്തും തള്ളും വരെ എത്തുന്ന നിലയിലേക്ക് ആവുകയും ചെയ്തിരുന്നുവെന്ന് അവിടെയുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞു. അവിടുത്തെ ആ സ്കൂളിന് ചുറ്റുപാടുമുള്ള ആളുകൾ, സ്കൂളിൽ ഉള്ള മറ്റ് സഹജീവനക്കാരൊക്കെ പറയുന്നു ഇയാളും ഈ യുവതിയും തമ്മിൽ അങ്ങനെ ഒരു ഊഷ്മളമായ സൗഹൃദം ഉണ്ടായിരുന്നില്ല. ഇയാൾ യുവതിയെ പിന്തുടർന്ന് ഹരാസ് ചെയ്യുകയായിരുന്നു, ശല്യം ചെയ്യുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന മൊഴികൾ. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്തത് യുവതി ജീവനൊടുക്കി. ഏനാത്ത് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കുറെയൊക്കെ വിശദമായി പറഞ്ഞിരുന്നു. ഏനാത്ത് ഭർത്താവിന്റെ വീട്ടിലാണ്, കടമ്പനാട് സ്വദേശിയാണ് യുവതി. അപ്പോ ഭർത്താവ് യുവതിയെയും ഇയാളെയും സുഹൈലിനെയും താക്കീത് ചെയ്തു. അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ യുവതി വീടിന്റെ ടെറസിൽ അങ്ങ് തൂങ്ങി മരിച്ച യുവതിയെ പോലീസ് പിന്നെ ചെയ്യുന്ന നടപടിക്രമങ്ങൾ, ഇൻക്വസ്റ്റ് തയ്യാറാക്കി, പോസ്റ്റ്മോർട്ടം നടപടികൾ, അതിനുശേഷം മൃതദേഹം സംസ്കരിച്ചു. അവിടെ മരണത്തിലെങ്ങും മറ്റ് മൂന്നാമതൊരാളുടെ കൈകടത്തലുകളില്ല. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ഈ ആത്മഹത്യാക്കുറിപ്പിൽ സുഹൈലിന്റെ പീഡന വിവരങ്ങൾ ഒന്നൊന്നായി ആ ജീവനക്കാരി, അല്ലെങ്കിൽ ആ യുവതി എഴുതി വെച്ചിരുന്നു. ഇയാൾ ചെയ്തത് അവരെ മാനസികമായി ടോർച്ചർ ചെയ്യുക, മെന്റലി ടോർച്ചർ ചെയ്യുന്ന നടപടികളാണ് ചെയ്തത്. ഇയാൾ അവരെ പിന്തുടർന്ന് ശല്യം ചെയ്തു. വാട്സപ്പിൽ അശ്ലീല ചാറ്റ്, എന്നിട്ട് സ്വകാര്യ ദൃശ്യങ്ങൾ, വീഡിയോ എടുത്ത് അയക്കണമെന്നുള്ള അഭ്യർത്ഥനകൾ, ഫോട്ടോ അയച്ചു കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനകൾ. ഇയാൾ എന്നിട്ട് ആ ചാറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ പോലീസ് പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഡിലീറ്റ് ചെയ്തിരുന്നു. അതിന് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി അതൊക്കെ വീണ്ടെടുത്ത് തെളിവുകൾ ക്രോഡീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയതും റിമാൻഡ് ചെയ്യപ്പെട്ടതും. ഇത് വലിയ വാർത്തയാണ്. കാരണം യൂത്ത് കോൺഗ്രസിലേക്ക് പെൺകുട്ടികളും സ്ത്രീകളും വരാത്തതിന്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള കോഴികളുടെ ശല്യമാണ് എന്ന് നിരവധി യുവതികൾ പരാതിപ്പെട്ടിട്ടുണ്ട്. KPCCയുടെ പക്കലും ആ പരാതികളുണ്ട്. പക്ഷെ അവർ നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമാണ്. ഈ ഷാഫി പറമ്പിലിനോട് വരെ ഈ പരാതി പറഞ്ഞ ഷഹനാസ് എന്ന യുവതിയുടെ കാര്യമൊക്കെ നമുക്ക് അറിയാം. അതൊന്നും പരാതികളൊന്നും മുഖവിലേക്ക് എടുത്തില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, വീണ്ടും കോഴികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് ഉണ്ടായത്. പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളാകുമ്പോൾ ഇത് വലിയ നാണക്കേടാണ് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന്, DCCക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വം അതൊന്നും കാര്യമാക്കില്ല. കാരണം അവരിങ്ങനെ വെപ്രാളത്തിലാണ്. എങ്ങനെ സർക്കാരിനെ താറടിക്കാമെന്ന് ഇങ്ങനെ റിസർച്ച് ചെയ്ത് നടക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് സംസ്ഥാന VD സതീശനൊന്നും ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകില്ല. പക്ഷെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. കാരണം യൂത്തന്മാരൊക്കെ ഇമാതിരി ഊത്തന്മാരായി പോകുന്ന അവസ്ഥ വലിയ വേദനയോടുകൂടിയാണ് പാർട്ടിക്കാർ അവിടെ കാണുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് പോലും തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. യുവതികൾക്ക് പാർട്ടി അനുഭാവം പോലും പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം അനുഭാവം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ
യുവമാരെ വലവീശി പിടിച്ച് കൊണ്ടുപോകും. പ്രത്യേകിച്ച് കുടുംബിനികളാണെങ്കിൽ അവരെ ചാക്കിട്ട് കൊണ്ടുപോയി ഇവരുടെ ഇംഗിതങ്ങൾക്ക് വശംവദയാക്കുകയും പിന്നീട് അവരെ കടിച്ചു തുപ്പുന്ന രീതിയാണ് നിലവിലുള്ളത് എന്ന് തെളിയിക്കുന്ന വലിയ സംഭവമാണ് ഇപ്പോൾ